അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കും നിന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കും നിന്നുള്ളം, അരികിൽ നീ വരണമേ. തുടിക്കും നിന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കും നിന്നുള്ളം, അരികിൽ നീ വരണമേ. ശുഗാർദ്രശൂന്യം ഹൃദയം സ്നേഹത്തിൻ വീഞ്ഞില്ലത്തിലും, ശുഗാർദ്രശൂന്യം ഹൃദയം സ്നേഹത്തിൻ വീഞ്ഞില്ലത്തിലും, യേശുവിൻ അമ്മേ നീ വരൂ വേഗം, സ്നേഹത്തിൻ്റെ പൂന്തണലേകാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 10ാം നാളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ആരംഭം. പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചു തുടങ്ങി നമ്മൾ ഈശോയിലേക്ക് എത്തുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത്തരമൊരു അപകടം എപ്പോഴും മരിയ ഭക്തിയിലുണ്ട്. എന്താണത്?
പരിശുദ്ധി അമ്മയിൽ തുടങ്ങി പരിശുദ്ധി അമ്മയിൽ അവസാനിക്കുന്ന അപകടം. പരിശുദ്ധി അമ്മ അങ്ങനൊന്നും ആഗ്രഹിക്കുന്നില്ല മറിയം. അവൾ ആഗ്രഹിക്കുന്നത് അവളിങ്ങനെ കൈപിടിച്ച് എല്ലാവരെയും ഈശോയിലേക്ക് എത്തിക്കണമെന്നാണ് മറിയത്തിൻ്റെ ആഗ്രഹം. അപ്പം നമ്മൾ മറിയത്തിൽ തുടങ്ങി മറിയത്തിൽ അവസാനിച്ചാൽ മറിയത്തിന് തന്നെ സങ്കടമായി പോകുമെന്ന് തിരിച്ചറിയണം. ഈശോയിലേക്ക് എത്തണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ ധ്യാനിച്ച് ഈശോ തമ്പുരാൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് നിർത്തണം. നമുക്കൊക്കെ നല്ല മരിയ ഭക്തി ഉണ്ടല്ലേ, മാതൃഭക്തി പരിശുദ്ധ അമ്മയോട്. അത് നമ്മുടെ ഈ നാടിൻ്റെ ഒരു പുണ്യമാണ്. ശരിക്കും കേരളത്തിലെ ക്രിസ്ത്യാനികളെ ആരും മാതൃഭക്തി പഠിപ്പിക്കേണ്ട. നമുക്കൊക്കെ ഉണ്ട്, നമ്മുടെ പൂർവികരായിട്ട് കൈമാറി തന്ന മാതൃഭക്തി രൂഢമൂലമായി നമ്മളിലൊക്കെ ഉണ്ട്. നമുക്ക് വലിയ വണക്കമുണ്ട് പരിശുദ്ധ അമ്മയോട്, നമുക്കേറെ പ്രിയമാണ്. നമ്മുടെ സങ്കടങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എത്തിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഏതു സങ്കടത്തിൻ്റെ നേരത്തും ആ ജപമാലയൊന്ന് കയ്യിൽ പിടിച്ച് ഒരല്പനേരം പ്രാർത്ഥനയോടെ ഇരുന്നാൽ നമ്മളൊക്കെ ശാന്തരായി മാറും, നമുക്കൊരാശ്വാസം കിട്ടും. അത്രമേൽ പരിശുദ്ധ അമ്മ നമുക്ക് പ്രിയപ്പെട്ടവളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്താണ് പരിശുദ്ധ അമ്മയെ ഇത്ര വ്യതിരക്തയാക്കുന്ന ഘടകം? പരിശുദ്ധ അമ്മയെ ഇത്ര സ്പെഷ്യലാക്കുന്നത് എന്താണ്? അവളുടെ ഏത് ക്വാളിറ്റിയാണ്? ഇഷ്ടംപോലെ ഉണ്ട് പരിശുദ്ധ അമ്മയിൽ. സർവഗുണസമ്പന്ന എന്ന് വിളിക്കാൻ മാത്രമുണ്ട് പരിശുദ്ധ അമ്മയിൽ സുഹൃതങ്ങൾ. പക്ഷേ എങ്കിലും ഏതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന്? അത് എലിസബത്ത് പരിശുദ്ധ അമ്മയെ നോക്കി പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മളും അതിലൊന്ന് വളരാൻ ശ്രമിക്കണം. എന്തെന്നറിയാമോ? എലിസബത്ത് പരിശുദ്ധ അമ്മയെ നോക്കി, എൻ്റെ കർത്താവിൻ്റെ അമ്മ, ഇന്നലെ നമ്മൾ പറഞ്ഞ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എനിക്ക് എന്ത് ഭാഗ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് അവളുടെ ക്വാളിറ്റി ഓർമ്മിപ്പിക്കുകയാണ്, ലോകത്തോട് പറയുകയാണ്. എന്താണത്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ മെച്ചം. ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറപ്പെടുമെന്നുള്ള ഉറച്ച ബോധ്യമാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ നന്മ. നമ്മൾ പഠിക്കേണ്ടതാണ്. അതായത് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ കാലത്ത് നമ്മുടെ ദേശത്ത് നടപ്പിലാകുമെന്ന് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നും വെറുതെ അല്ലെന്ന് വിശ്വസിക്കണം. കർത്താവിൻ്റെ പദ്ധതികൾ നിറവേറപ്പെടുമെന്ന് വിശ്വസിക്കണം. രണ്ട് തടസ്സങ്ങളാണ് ഇതിന്. ഇപ്പം നമ്മൾ വിചാരിക്കും, ഇതിനിപ്പം എന്താ ബുദ്ധിമുട്ട്? ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കാൻ എന്താ ഇപ്പം ഇത്ര വലിയ പാട്? ഒത്തിരി തടസ്സങ്ങളുണ്ട്. നമ്മൾ രണ്ട് തടസ്സങ്ങളെ ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറപ്പെടുമെന്ന് വിശ്വസിക്കാനുള്ള രണ്ട് തടസ്സം. ഒന്നാമത്തെ തടസ്സം, ദൈവം ഒരു കാര്യം വാഗ്ദാനം ചെയ്തു, പക്ഷേ ആ വാഗ്ദാനത്തിന് വിപരീതമായ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ അപ്പോഴും പറയാൻ പറ്റുമോ ഞാൻ വിശ്വസിക്കുന്നു എന്ന്? ഇതാണ് ഒന്നാമത്തെ വെല്ലുവിളി. അതായത് ഇപ്പം മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് എടുത്ത് നോക്കിക്കേ, എന്തായിരുന്നു വാഗ്ദാനം? ദൈവപുത്രൻ വരുന്നു, നിന്റെ മകനായിട്ട് ദൈവപുത്രൻ വരുന്നു എന്നതായിരുന്നു വാഗ്ദാനം. പക്ഷേ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഒരു സാധാരണ സ്ത്രീക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ വാഗ്ദാനം നിറവേറപ്പെടുമെന്ന്? കാരണം എന്താ? എല്ലാം അവസാനിക്കുകയല്ലേ. ഇനി എന്നാണ് ദൈവപുത്രൻ അവൻ്റെ സർവപ്രതാപവും കാണിക്കാൻ പോകുന്നത്? ദൈവപുത്രൻ എന്ന് പറഞ്ഞ് സ്വർഗം സമ്മാനിച്ചവൻ 33-ാമത്തെ വയസ്സിൽ കാലമെത്തുന്നതിന് മുമ്പേ മിഴി പൂട്ടുന്നു, ജീവൻ വെടിയുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം ഇനി എന്ന് നടപ്പിലാകാനാണ്? അതുകൊണ്ട് അവസാന നിമിഷം വരെ സാധാരണ നമ്മൾ വിശ്വസിക്കില്ല, ഇനിയിപ്പോൾ ഒരു മാസ് രംഗമായിരിക്കും, കർത്താവ് മരിക്കില്ല. കർത്താവ് അവിടെ നിന്ന് ആ കുരിശൊക്കെ തകർത്ത് അവൻ പടയാളികളെയൊക്കെ ഛിന്ന ഭിന്നമാക്കി പലയിടത്തേക്ക് തെറിപ്പിച്ച് അവൻ്റെ മാസ് രംഗപ്രവേശം നടത്തും എന്ന് പ്രതീക്ഷിക്കാം. എപ്പോൾ? മരണത്തിന് തൊട്ട് മുമ്പ് വരെ. ചില സിനിമകളിലൊക്കെ വില്ലന്മാർ നായകന്മാരെ ഇടിച്ച് പരിവമാക്കി മണ്ണോട് ചേർത്ത് കടത്തിയാലും നമ്മളെ കോരിത്തിരിപ്പിക്കുന്ന രംഗം, ചത്തെന്ന് വിചാരിച്ചവൻ പിന്നെ ശ്വാസം എടുക്കുന്നു, ഇനി തിരിച്ചു വന്നിട്ട് ഫുൾ ഫൈറ്റാണ്. അവിടം വരെ നമുക്ക് വിചാരിക്കാം ഇനിയും പ്രതീക്ഷയുണ്ട്. പക്ഷെ മരിച്ചു.
മരിച്ച് ചേതനയറ്റ ഉടല് ആ അമ്മയുടെ കയ്യിൽ കടത്തി. സ്റ്റിൽ അവൾ വിശ്വസിക്കുക, അപ്പോഴും അവൾ വിശ്വസിക്കുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടും, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടും. ആ വിശ്വാസമാണ് 3-ാം നാൾ വെട്ടം കണ്ടത്. ആ വിശ്വാസമാണ് 3-ാം നാൾ തിരുവുത്ഥാനമായി ഘോഷിക്കപ്പെട്ടത്. അതായത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം അവസാനിച്ചുവെന്ന് വിചാരിക്കുന്നിടത്തും അത് നിറവേറപ്പെടുമെന്ന്, ദൈവ വാഗ്ദാനങ്ങൾ വെറുതെയായി പോകില്ല, പാഴായി പോകില്ല എന്ന് വിശ്വസിക്കണം. ഉദാഹരണത്തിന് ഒരു വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഉണ്ടായിരുന്ന വീടും കൂടെ കാറ്റിലും മഴയിലും ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. അപ്പോൾ കയ്യിലുള്ള സമ്പാദ്യം കുറച്ചേ ഉള്ളൂ, പിന്നെ ഒരു വീടുണ്ടായിരുന്നത്, ആ വീടും തകർന്ന് കിടക്കുകയാണ്. അപ്പോഴും വിശ്വസിക്കണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കൂര ഒരുക്കും എന്ന് വിശ്വസിക്കണം. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അച്ഛനാണ്. കുട്ടനാട്ടിലുള്ളൊരു പള്ളിയിൽ, തകഴി തെന്നടി എന്ന് പറയുന്നൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം ഞാൻ ഈ അടുത്ത് ഞാൻ പതിവായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമുണ്ട്. ഞങ്ങളുടെ രൂപതയുടെ ഭാഗമായിട്ടുള്ള കുന്നന്താനം എന്ന സ്ഥലത്ത്, അവിടെ LSDP സിസ്റ്റേഴ്സ്, LSDP ലിറ്റിൽ സെർവൻസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്നാണ് അവരറിയപ്പെടുന്നത്. ഒരു ചെറിയ സന്യാസ സമൂഹമാണ്. അവർ നടത്തുന്നൊരു സ്ഥാപനം. അവിടെ പോയി ഇപ്പം ഞാൻ എൻ്റെ ഇടവകയിലെ അമ്മമാരെയും അപ്പന്മാരെയൊക്കെ കൂട്ടി ഇടവകയിൽ നിന്ന് കുറേ കളക്ഷനൊക്കെ എടുത്ത് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ എനിക്ക് കന്യാസ്ത്രീമാരെ വിളിച്ച് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത്? അപ്പോൾ അവർ പറയുക എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് സിർലാക്കാണ്. ഞാൻ കൗതുകമായിപ്പോയി, സിർലാക്കോ? കാരണം പൊടിക്കുഞ്ഞുങ്ങൾ തൊട്ട് 2-3 മാസമായ കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു 6-7 വയസ്സ് 8 വയസ്സ് 8 വയസ്സിൽ പോലും സിർലാക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ട് അവിടെ. അപ്പോൾ സിർലാക്കാണ് ഏറ്റവും ആവശ്യം വെച്ചാന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ഈ ഹഗ്ഗീസൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളവിടെ ചെന്നിട്ട് ഞങ്ങൾ അന്തേവാസികളെയൊക്കെ കാണുകയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തോട് കലഹിക്കാൻ തോന്നുന്ന, ദൈവമേ നിൻ്റെ വികൃതികളാണ് ഇതൊക്കെ ചോദിക്കാൻ തോന്നിപ്പോകുന്ന കുരുന്നുകൾ, കൊച്ചുകുട്ടികൾ, പല കോലത്തിലുള്ളത്, മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ കണ്ണു നിറയാതെ ഒന്നുകൂടെ നോക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ. അതൊക്കെ കണ്ട് ഞെറങ്ങി ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം അല്പം നേരം ഇരുന്നു. അവിടെ നടത്തുന്ന സ്ഥാപനം നടത്തുന്ന സിസ്റ്റേഴ്സിൻ്റെ കൂടെ അപ്പോൾ സംസാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തെക്കാളേറെ ഇതുപോലെ ഒരുപാട് പേര് അവിടെ താമസിക്കുമ്പോഴും അവിടെ എങ്ങും ഒരു ഫൗൾ സ്മെല്ലില്ല, ഒരു മോശം മണം ആ പരിസരത്തെങ്ങുമില്ല, ഒരു പൊട്ടും പൊടിയും ആ മുറിയുടെ ഒരു മൂലയ്ക്ക് പോലും നമുക്ക് കാണാൻ പറ്റില്ല, അത്ര വൃത്തി. അപ്പോൾ ഞങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുകയായിരുന്നു, ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ ഈ സ്ഥാപനം നടക്കുന്നത് ഇത്രയും പേരെ വെച്ചുകൊണ്ട്? അപ്പം ഇവർ പറഞ്ഞ മറുപടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നിങ്ങൾ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും അവിടം വരെ ഒന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ കണ്ട ഒരു ദൈവാനുഭവത്തിൻ്റെ ഇടമാണ്, അതുകൊണ്ട് ഞാനത് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇവർ പറയുകയാണ്, ഈ സിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത, ഇവരാരും പുറത്ത് പോയൊരു ജോലി ചെയ്യില്ല. എന്ന് വെച്ചാൽ ആ കൂട്ടത്തിൽ കോളേജ് പ്രൊഫസേഴ്സ് ഉണ്ട്. ആ സിസ്റ്റേഴ്സ്, എനിക്കറിയാവുന്നൊരു കുട്ടി അത് കോളേജ് പ്രൊഫസറായിരുന്നു, അത് രാജിവെച്ചിട്ട് ഈ കോൺഗ്രിഗേഷനിൽ വന്ന് സിസ്റ്ററായി. ഡോക്ടേഴ്സ് ഉണ്ട് ആ കൂട്ടത്തിൽ, നേഴ്സുമാരുണ്ട് ആ കൂട്ടത്തിൽ. പക്ഷേ ഇവർ ഒരിക്കൽ ഈ കോൺഗ്രിഗേഷനിൽ ചേർന്നാൽ, ഈ പ്രത്യേക കോൺഗ്രിഗേഷനിൽ ചേർന്നാൽ പിന്നെ അവരാരും പുറത്തു പോയി ജോലി ചെയ്യില്ല. പുറത്തു പോയി ജോലി ചെയ്തിട്ട് ആ ശമ്പളം കൊണ്ട് ഇവിടെ വന്ന് ഇവരെ ശുശ്രൂഷിക്കാം, ഇല്ല. ഇവർ ചെയ്യുന്നത് ഇവരുടെ അറിവ്, ഇവർ പഠിച്ച കാര്യങ്ങൾ എല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരുടെ കൂട്ടത്തിൽ BEd പാസ്സായവർ ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കും, ഡോക്ടർമാർ ഈ കുഞ്ഞുങ്ങളെ നോക്കും, നേഴ്സുമാർ ഈ കുഞ്ഞുങ്ങളെ പരിചരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കാര്യങ്ങൾ, ഏണിങ് എന്താണ്, വരുമാനം എന്താണ്? അപ്പോഴാണ് പറയുന്നത്, അവർ പറയുന്ന വാക്ക് നമ്മൾ ഞെട്ടിച്ച് കളയുന്നത്, അച്ചോ ദൈവപരിപാലന, ദൈവപരിപാലന. നമ്മൾ ദൈവമേ, അതൊക്കെയാണ് വിശ്വാസം, അതൊക്കെയാണ് വിശ്വാസം. അത് പറയുമ്പോഴും ഓർക്കുമ്പോഴും കണ്ണു നിറഞ്ഞു പോകും. അത് സിസ്റ്റേഴ്സ് പറയുകയാണ്, വെച്ചാൽ ഉച്ചയ്ക്ക് ചോറ് വെക്കാൻ അരിയില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 10 മണിയായിട്ടും അരി വന്നിട്ടില്ല, അരിയില്ല. പക്ഷേ ഞങ്ങൾ അന്നും കലം വെച്ച് വെള്ളം നിറച്ച് അടുപ്പ് കൂട്ടി തീ കത്തിക്കും, വെള്ളം തിളയ്ക്കും, വെള്ളം തിളപ്പിച്ചിടും ഞങ്ങൾ. കാരണം വൈകിയാണെങ്കിലും അരി വന്നാൽ ആ അരി കഴുകിയിടണം, ചോറാക്കണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ദൈവ പരിപാലന. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കതാണല്ലോ ആഗ്രഹം. ഈ ദൈവ പരിപാലന അനുഭവിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അവർ പറഞ്ഞത് 2 റിക്വയർമെൻ്റ് ഉണ്ട്. ഒന്നാമത്തത്, പാപം ചെയ്യരുത്.
അയ്യോ, അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഒരു പറഞ്ഞ ഒന്നാമത് പാപം ചെയ്യരുത്. പാപം ചെയ്യാതിരുന്നാൽ ദൈവപരിപാലന അനുഭവിക്കാൻ പറ്റും. 2, ദൈവപരിപാലനയിൽ ഒരല്പം പോലും സംശയിക്കരുത്. ഇത്രയേ അവർ പറഞ്ഞുള്ളൂ. 1, പാപം ചെയ്യരുത്. 2, ദൈവപരിപാലനയിൽ ഒരു തരി പോലും സംശയിക്കരുത്. അങ്ങനെ സംശയിക്കാതിരുന്നാൽ ഈ ദൈവപരിപാലന അനുഭവിക്കാൻ പറ്റുമച്ചോ എന്ന് ആ കന്യാസ്ത്രീ അമ്മമാര് നമ്മളോട് സാക്ഷ്യം പോലെ പറയുകയാണ്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ക്വാളിറ്റി. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ, ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുക. ഇത് ഭയങ്കര പാഠം. ഇതൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി. അവരൊക്കെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. കണ്ടു പഠിക്കേണ്ട അത്തരം ജീവിത സാക്ഷ്യങ്ങൾ. വിശ്വസിക്കുകയാണ് ദൈവം നോക്കും ഞങ്ങളെ എന്നുള്ള വിശ്വാസം. നമുക്കും ആ വിശ്വാസം വേണം. ദൈവം അവൻ്റെ വാഗ്ദാനങ്ങൾ നമ്മളിൽ പൂർത്തിയാക്കുമെന്ന് വിശ്വസിക്കണം. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വാഗ്ദാനം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലാണ്. എന്താ ഉള്ളത്? ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കായി ഒരു സഹായകനെ ഞാൻ നൽകും, അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാം പഠിപ്പിക്കും. പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ വാഗ്ദാനം ഈശോയുടേത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് മറിയത്തോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അവൻ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? എല്ലാ കാര്യങ്ങളും സാധ്യമാകും, അസാധ്യമായത് സാധ്യമാകും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം. ഹെബ്രായ ലേഖനം 10 അധ്യായം 23 വാക്യം ബൈബിൾ എടുക്കണം, അടിവരയിട്ട് വെക്കണം. ഹെബ്രായർ 10:23 ഇങ്ങനെയാണത്: നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ രോഗക്കിടക്കയിലാണ്, അവിടെ കിടന്നുകൊണ്ടും പറയണം എനിക്ക് നല്ല പ്രത്യാശയുണ്ട്, ശരിയാകുമെല്ലാം. എന്തുകൊണ്ട് അങ്ങനെ പറയണം? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നാം സ്ഥിരതയുള്ള പ്രത്യാശ ഏറ്റു പറയുന്നതിൽ എപ്പോഴും പ്രത്യാശയോടെ ഇരിക്കുവാൻ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. ഈ വിശ്വാസം വേണം. വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടും എന്ന വിശ്വാസം വേണം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 31 അധ്യായത്തിൻ്റെ 8 വാക്യം, നിയമാവർത്തനം 31:8, കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. വിശ്വസിക്കണം. വെറുതെ വിടില്ല, അനാഥയായി നിന്നെ വിടില്ല എന്ന് വിശ്വസിക്കണം. യേശയ്യായുടെ പുസ്തകം 48 അധ്യായം, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ വഴി അടഞ്ഞു പോയിരിക്കുകയാണോ? ഒരു പ്രതീക്ഷയുടെ കണിക പോലും കാണാനില്ലേ? വാഗ്ദാനങ്ങളിൽ വിശ്വസിക്ക്. യേശയ്യ 43:15 19 ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ, സമുദ്രത്തിൽ വഴിവെട്ടുന്നവൻ, പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവൻ. അടുത്തത് 19 വാക്യം, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. കർത്താവ് വഴിവെട്ടിത്തരുമെന്ന് വിശ്വസിക്കണം. ഇനിയിപ്പോൾ ചുറ്റും ഒരുപാട് പീഡനങ്ങളാണ്, മടുക്കുകയാണ്, സഹനമാണ്, മടുക്കുകയാണ്. യോഹന്നാൻ 16 അവസാനത്തെ വാക്യം, യോഹന്നാൻ 16 അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, കർത്താവ് അന്നേ പറഞ്ഞതാണ്. പക്ഷെ ധൈര്യമായിരിക്കും. എന്താ കാര്യം? ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ട് രോഗമാണോ? പറ, രോഗമേ എനിക്ക് നിന്നെ ഭയമില്ല, നിന്നെ കീഴടക്കിയ ദൈവം എനിക്കുണ്ട്. മരണമാണോ? മരണത്തോട് പറയണം, മരണമേ എനിക്ക് ഭയമില്ല, നിന്നെ തോൽപ്പിച്ച കർത്താവ് എനിക്കുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങൾ, പാടുപീടകൾ, ഭയമില്ല എനിക്ക്, എല്ലാത്തിനെയും കീഴടക്കിയ ഒരു ദൈവം എനിക്കുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം എനിക്കുണ്ട്. ഇന്നലെ ചൊല്ലിയതുപോലെ ഒരു സുഹൃത ജപം ഇന്നും നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കണം. നാവിലുണ്ടാകട്ടെ, കർത്താവേ നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണേ. ലളിതമാണ്, ഇത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവേ നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ ദിവ്യകാരുണ്യത്തിൽ കണ്ട് നമുക്ക് ആരാധിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. കർത്താവേ, നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. ആരാധന യേശുവേ, ആരാധന. ആരാധന
ആരാധന സ്നേഹമേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയ ഹല്ലേലൂയാ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയ ഹല്ലേലൂയാ. ഈശോയെ, വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനെ നിനക്ക് ആരാധന. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 10-ാം നാൾ കർത്താവെ, ഞങ്ങൾ കേട്ട് ധ്യാനിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യേകത എലിസബത്ത് മറിയത്തെ നോക്കി പറഞ്ഞ ആ കാര്യം, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവേ, ഞങ്ങൾക്കും ഈ ഉറപ്പാണ് വേണ്ടത്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാനുള്ളതാണെന്നുള്ള വിശ്വാസം. ഈശോയെ, നീ നിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുമെന്ന വിശ്വാസം. മനസ്സുമടുത്തു പോകാതെ, നീ നൽകിയ വാഗ്ദാനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കൺമുമ്പിൽ അരങ്ങേറുമ്പോഴും തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, അപ്പോഴും നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ കർത്താവേ കൃപ തരണമേ. ഈശോയെ, നിന്റെ പരിപാലനയിൽ, നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ചുറ്റുമുള്ളവര് എന്നെ പരിഹസിച്ചു തുടങ്ങും. ഇത് പ്രാക്ടിക്കൽ അല്ല, ഇത് ബുദ്ധിമോശമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കളിയാക്കുമ്പോഴും അപ്പോഴും നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ. ഈ 2 സാഹചര്യങ്ങളിലും വാഗ്ദാനത്തിന് ചേരാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് കൽപ്പിച്ച കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായി രോഗങ്ങൾ ഞങ്ങളെ തകർത്ത് കളയുമ്പോൾ, വലിയ ഞെരുക്കങ്ങളിലേക്ക്, പാടുപീടകളിലേക്ക് ഞങ്ങൾ വലിച്ചെറിയപ്പെടുമ്പോൾ, അതിൻ്റെ മധ്യേ നിന്നും എൻ്റെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് പറയാൻ തക്കവിധം ദൈവ പരിപാലനയിലുള്ള വിശ്വാസം എളുപ്പമല്ല കർത്താവേ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തളർന്നു പോകുന്നുണ്ട്, നിരാശപ്പെട്ടു പോകുന്നുണ്ട്. ഞങ്ങളുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഉന്നതങ്ങളിലേക്ക് നോക്കി ചോദിച്ചു പോകുന്ന നേരങ്ങളുണ്ട്. കർത്താവേ, നീ എവിടെയാണ് എന്ന് ചോദിച്ചു പോകുന്ന നേരങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് കർത്താവേ. പക്ഷെ തിരിച്ച് നിന്റെ വാഗ്ദാനങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുവാൻ, നീ വിശ്വസ്തനാണെന്നുള്ള വിശ്വാസത്തിൽ ഉറയ്ക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഈശോയേ, ഈ ജീവിത പോരാട്ടത്തിൽ തളർന്നു പോകുമ്പോ നിന്റെ വാഗ്ദാനം ഓർത്തെടുത്ത് പ്രത്യാശയുള്ളവരായിരിക്കുവാൻ നീ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ. കർത്താവേ, മുന്നോട്ട് വഴി കാണാതെ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ നിന്റെ വാഗ്ദാനം സ്മരിക്കുവാൻ, ഞാൻ മരുഭൂമിയിൽ നിനക്കായി ചാലുകീറും, പെരുവെള്ളത്തിൽ നിനക്ക് വേണ്ടി വഴിയൊരുക്കുമെന്ന് നിന്റെ വാഗ്ദാനം ഓർത്തെടുക്കുക. കർത്താവേ, ജീവിതത്തെക്കുറിച്ചുള്ള ആദി കയറിയിട്ട് ചുറ്റുപാട് നിന്ന് ആക്രമണങ്ങൾ ഏറെയേറുമ്പോൾ
തളർന്നു പോകുമ്പോൾ നിന്റെ വാഗ്ദാനം ഓർത്തെടുക്കട്ടെ. ഞങ്ങൾ വീണ്ടും നിനക്ക് ചുറ്റും ഞാൻ അഗ്നി കൊണ്ട് കോട്ട കെട്ടും. നിന്നെ തൊടുന്നവർ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നതെന്ന നിന്റെ വാഗ്ദാനത്തെ, നിന്റെ ഉറപ്പിനെ സ്മരിക്കുക. കർത്താവേ, ഒറ്റയായി പോകുന്നു, തുണയ്ക്ക് ആരുമില്ലെന്ന് തോന്നുന്ന നേരങ്ങളിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്നിന്റെ വാഗ്ദാനത്തെ ഓർത്തെടുത്ത് ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവജനമേ, നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ എന്നെ അനാഥനായി അനാഥയായി കൈവിട്ട് കളയില്ല. ഈ ലോകത്തിൻ്റെ മേൽ അവൻ വിജയം വരിച്ചിരിക്കുകയാണ്. ഒരു സങ്കടങ്ങളും എന്നെ കീഴടക്കുവാൻ അവൻ അനുവദിക്കുകയില്ല എന്ന അവന്റെ വലിയ വാഗ്ദാനത്തിൽ വിശ്വസിക്ക്. പരിശുദ്ധാത്മാവിനെ നിന്നിലേക്ക് നിറയ്ക്കുമെന്ന അവന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്ക്. അസാധ്യമായവയെ സാധ്യമാക്കുന്ന ആത്മാവിന്റെ ശക്തിയിൽ വിശ്വസിക്ക്. നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവ് വാക്കുമാറാത്തവനാണ്, അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഈ തിരിച്ചറിവ് ആത്മാവിൽ നിന്ന് ഏറ്റുപറയാൻ നമുക്ക് ശരീരം മുഴുവൻ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നുള്ള വലിയ പ്രത്യാശയോടെ തിരുസന്നിധിയിൽ നമുക്ക് ആരാധന സമർപ്പിക്കാം. യേശു മാറാത്തവൻ, എൻ്റെ യേശു മാറാത്തവൻ, ഇന്നലെയും ഇന്നുമെന്നേക്കും യേശു മാറാത്തവൻ. യേശു മാറാത്തവൻ, എൻ്റെ യേശു മാറാത്തവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും യേശു മാറാത്തവൻ. യേശു മാറാത്തവൻ, എൻ്റെ യേശു മാറാത്തവൻ, ഇന്നലെയും ഇന്നുമെന്നേക്കും യേശു മാറാത്തവൻ. യേശു മാറാത്തവൻ, എൻ്റെ യേശു മാറാത്തവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും യേശു മാറാത്തവൻ. വാക്കുമാറാത്തവൻ, യേശു മാറാത്തവൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. വാക്കുമാറാത്തവൻ, യേശു മാറാത്തവൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. വാക്കുമാറാത്തവൻ, യേശു മാറാത്തവൻ, അന്ത്യത്തോളവും നടത്തുമവൻ. വാക്കുമാറാത്തവൻ, യേശു മാറാത്തവൻ, അന്ത്യത്തോളവും നടത്തുമവൻ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ, വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന കർത്താവ് തമ്പുരാന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സങ്കടങ്ങളേറെയുള്ള എൻ്റെ ജീവിതത്തിൽ നിന്റെ വാഗ്ദാനങ്ങൾ നീ പൂർത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. വാക്കുമാറാത്തവൻ, യേശു മാറാത്തവൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. വാക്കുമാറാത്തവൻ, യേശു മാറാത്തവൻ, അന്ത്യത്തോളവും നടത്തുമവൻ. വാക്കുമാറാത്തവൻ, യേശു മാറാത്തവൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. വാക്കുമാറാത്തവൻ, യേശു മാറാത്തവൻ, അന്ത്യത്തോളവും നടത്തുമവൻ. പരിശുദ്ധ കന്യക മറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ
ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ,
അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കും നിന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കും നിന്നുള്ളം, അരികിൽ നീ വരണമേ.